16 വർഷങ്ങൾക്ക് മുമ്പ് അബുദാബിയിൽ വെച്ച് മരണപ്പെട്ട പാലക്കാട് സ്വദേശി രമേശ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇന്നേ വരെ മരണാനന്തര സഹായങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പരേതൻ്റെ അഭാവത്തിൽ ഭാര്യ ലിറ്റി ജീവിത ചെലവുകൾക്കായി വഴിമുട്ടി നിൽക്കുകയാണ്. ഏക മകൾ നേഹയുടെ പഠന ചെലവുകൾക്ക് പോലും ഇന്ന് അവർ ബുദ്ധിമുട്ടുകയാണ്. ഈ കുടുംബത്തെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് നോക്കാം. രമേശ് മരിച്ചിട്ടിപ്പോൾ 16 കൊല്ലം ഇല്ലേ? 16 വർഷമായി. ഈ മരണപ്പെട്ടതിന് ശേഷം, അതൊരു അസാധാരണ മരണമായിരുന്നല്ലോ. മരണപ്പെട്ടതിന് ശേഷം ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. എത്ര കൊല്ലം കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട് ഇയാൾ? 2006 പോകുന്നത്. 2009 മരിച്ചു. 3 വർഷമുള്ളൂ. 3 വർഷം. അതൊരു കാര്യമായ സംഖ്യ കിട്ടാൻ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ 3 വർഷം എന്നൊക്കെ പറഞ്ഞാൽ എവിടെയായിരുന്നു? അബുദാബിയിലല്ലേ? അബുദാബിയിലത്തെ ലേബർ ലോ പ്രകാരം 21 ദിവസത്തെ ശമ്പളമാണ് ഒരു കൊല്ലത്തിന് ഇൻഡെംനിറ്റി ആയിട്ട് കൊടുക്കുക. അതൊക്കെ നല്ല കമ്പനികളെ കൊടുക്കാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാക്സിമം 2 മാസത്തെ ശമ്പളമാണ് ഇയാൾക്ക് സെറ്റിൽമെൻ്റ് ആയിട്ട് കിട്ടാനുണ്ടാവുക. പിന്നെ ലീവിൽ വന്നില്ല. ലീവിൻ്റെ സാലറി ഉണ്ടെങ്കിൽ അതേ കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടുകയില്ല. ഇയാളുടെ മരണം അങ്ങനത്തെ ആയ കാരണം. അപ്പോൾ അതൊരു ചെറിയ എമൗണ്ട് ആയിരിക്കും, അത് വലിയ എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല. അത് പിന്നെ ആരും ക്ലെയിം ചെയ്തിട്ടും ഉണ്ടാവില്ല അല്ലെ? ആരും നിങ്ങൾ പവർ ഓഫ് അറ്റോർണി അയച്ചു കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും? ഒന്നുമില്ല. അതൊരു ഭീമമായ സംഖ്യ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ വേറെ എന്താ പ്രതീക്ഷിക്കുന്നത്? എനിക്ക് കുഞ്ഞിനും എനിക്കും കിട്ടേണ്ട വീതം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന്. അവിടുത്തെ ഇപ്പോൾ ഒരു തൊഴിലുടമയെ സംബന്ധിച്ചിടത്തോളം അവർ തരേണ്ട പൈസ നിയമപരമായിട്ട് ഇത്രയാണ്. അവിടുത്തെ ലേബർ ലോ ആണ് ഞാൻ പറഞ്ഞത്. അതേ തരുള്ളൂ ഇത്തരം മരണങ്ങൾക്ക്. ഇപ്പോൾ അവിടെ നിന്ന് വല്ല ആക്സിഡൻ്റ് ആയിട്ടോ അങ്ങനെ അല്ലല്ലോ മരണം. സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു ജീവിതാവസാനമാണല്ലോ അയാൾ ഉണ്ടാക്കിയത്. അപ്പോൾ ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കമ്പനി ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. കമ്പനി ഉണ്ടോ? അതിനെപ്പറ്റി അറിയില്ലല്ലോ. കമ്പനി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളൊരു പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കണം. നിങ്ങളാണ് അവകാശികളെന്ന് സ്ഥാപിക്കുന്ന താവഴി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവണം. അതായത് നിങ്ങളാണ് യഥാർത്ഥ അവകാശികൾ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന. അതുണ്ടാവണം. അതിന് 6 മാസം എടുക്കും. അത് വെച്ചിട്ടാണ് നിങ്ങൾ പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ട് നിങ്ങൾ ഇവരെ അപേക്ഷിക്കേണ്ടത്. ഇനി ഭാര്യ എന്ന നിലക്ക് ഇതൊന്നുമില്ലാതെ നിങ്ങൾക്കൊരു കത്ത് അയക്കാം. കമ്പനിക്ക് വല്ല കത്ത് അയച്ചിട്ടുണ്ടാകും? ഒന്നും അയച്ചിട്ടില്ല. ഇതുവരെ ഒരു ഇതും ചെയ്തിട്ടില്ല. ഈ 16 വർഷത്തിന് ശേഷം ഞാൻ രോഗിയായിട്ട് കിടക്കുമായിരുന്നു. എനിക്ക് കാലിന് തളർച്ചയായിട്ട് കിടപ്പായിരുന്നു. ഒരാളുടെ സഹായം ഇല്ലാതെ എനിക്ക് പറ്റിയല്ല. ഇയാൾ എന്താ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് പോകാൻ കാരണം? ഹസ്ബൻഡോ? അത് അപകടത്തിൽ എന്ന് പറഞ്ഞാൽ എന്നോട് പല ഫോണിൽ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു ലീവിന്, അതായത് 2009 ഏപ്രിൽ 14 തീയതി വിഷു അന്ന് വരും, 7-ാം തീയതി ലീവ് കിട്ടി ഞാൻ വരും എന്നോട് പറഞ്ഞിരുന്നു. എന്നിട്ട് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ഫ്രണ്ട്സ് തമ്മിൽ എന്തോ പ്രശ്നം നടന്നു. അതെനിക്ക് ഫോണിലൂടെ എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റിയല്ല, ഞാൻ നേരിട്ട് വരുമ്പോൾ പറയാമെന്ന് എന്നോടാണ് പറഞ്ഞത്. അതിന് ശേഷമാണ് 14-ാം തീയതി വെളുപ്പിന് എന്നെ 1:30 മണിക്ക് വരെ എന്നെ വിളിച്ച് സംസാരിച്ച് ഫോണിൽ. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചില്ല. ഞാൻ തിരിച്ച് വിളിച്ചപ്പം ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷേ ഫോൺ എടുത്തില്ല. അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും അവിടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല. ആ ഒരു കാരണം പറഞ്ഞില്ല? ഒന്നും അറിയത്തില്ല. ഭർത്താവിൻ്റെ അളിയൻ അവിടെ ഉണ്ടായിരുന്നു. അയാളെന്താ പറഞ്ഞത്? അയാൾക്കും ഒന്നും അറിയത്തില്ല. അയാളാണ് 1 മന്തിന് ശേഷം ബോഡി നാട്ടിൽ കൊണ്ടുവന്നത്. പക്ഷെ ഞാൻ അന്ന് ഹോസ്പിറ്റലിലായിരുന്നു, തളർന്ന് കിടക്കുമായിരുന്നു. ഞാൻ പോയി കണ്ടില്ല ബോഡി. ഇതിപ്പോൾ കമ്പനി ഉണ്ടെങ്കിൽ ഒരു കത്ത് നിങ്ങൾ കൊടുത്താൽ വല്ല MP മാരൊക്കെ പിടിച്ചിട്ട് കത്ത്, MP മാരുടെ ഒരു, നിങ്ങളെ MP കോട്ടയം MP അല്ലേ? കോട്ടയം MPയെ പിടിച്ചിട്ട് കത്ത് കൊടുത്താൽ നന്നാവും. അതൊക്കെ എന്ന് പറഞ്ഞാൽ 16 വർഷം കഴിഞ്ഞു. അപ്പോൾ ആർക്കും അവിടെ എന്ത് റെക്കോർഡ് ഉണ്ടാവാനാണ്? ഇതൊക്കെ അവിടുത്തെ പോലൊന്നും അവിടെ ദീർഘകാലം ഈ റെക്കോർഡ്സൊന്നും സൂക്ഷിക്കുന്ന സ്ഥലമല്ല ഗൾഫൊന്നും. ഒരു ഘട്ടം കഴിഞ്ഞ് ആരുമില്ല എന്ന് പറഞ്ഞ ഒരു ക്ലെയിമും ഇല്ല, എന്നുമില്ല, ഒരു ഇതുമില്ലാത്തതൊക്കെ മാറ്റി വെച്ച് SP-യുടെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തിട്ട് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറ്റിയിട്ടുണ്ടാവും. ഇപ്പോൾ അത് എത്ര കണ്ട് വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. എന്നാലും നമുക്കൊരു കത്ത് എഴുതി നോക്കാമെന്നുള്ളത് പറയാം. ഇനി പിന്നെ ചേച്ചി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടോ? കിട്ടാനായിട്ടൊന്നും കിട്ടിയിട്ടില്ല.
ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് തരുന്നില്ലേ? ഓ ഇല്ല, ഞങ്ങൾ പല പ്രാവശ്യം പോയി. ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നും ഒന്നും കൊടുക്കുന്നില്ല. ഹസ്ബൻഡിന്റെ സ്വത്തൊക്കെ ഉണ്ടോ? ഇദ്ദേഹത്തിന് പാരമ്പര്യമായിട്ട് വല്ല സ്വത്തും കിട്ടാനുണ്ടോ? അത് നിങ്ങൾ ചോദിച്ചോ? അത് ചോദിച്ചു, പക്ഷെ തരികയല്ല അവർ. ഞങ്ങൾ തരാതിരിക്കാൻ പറ്റില്ല. പല പ്രാവശ്യം പോയി, തന്നില്ല. അതായത് അയാളെ പേരിലും കൂടിയുള്ള സ്വത്താണെങ്കിൽ തരാതിരിക്കാൻ പറ്റില്ല. ഹസ്ബൻഡിന്റെ പേരിൽ എഴുതി കൊടുത്തിട്ടില്ല. മരിച്ചതിന് ഹസ്ബൻഡിന്റെ പേരിൽ എഴുതിയിട്ടില്ല സ്വത്ത്. ആരെ പേരിലുള്ളത്? അവർ മരിച്ചതിന് ശേഷം 2 പെങ്ങന്മാർക്ക് എഴുതി കൊടുത്തു. ആര്? അച്ചപ്പോഴുണ്ടോ? ഇല്ല, മരിച്ചുപോയി. അമ്മയും മരിച്ചു, അച്ഛനും മരിച്ചു. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴാണ് മകൻ മരിക്കുന്നത്. കാരണം എത്ര കണ്ട് സ്വത്തിന് ഇതുണ്ട്, അച്ഛനക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാവോ? അച്ഛൻ സ്വയം ഉണ്ടാക്കിയ സ്വത്താണോ, സ്വയം ആർജിച്ചതാണോ, അല്ല മറ്റ് തറവാട് സംബന്ധമായിട്ട് കിട്ടിയതാണോ? അതൊക്കെ ഹിന്ദു ഇതിൽ പ്രകാരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതും കൊല്ലം കുറേ ആയില്ലേ പോലെ. അതൊക്കെ ക്രയവിക്രയം ചെയ്ത് നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. സഹോദരിമാരും തരുന്നില്ല. അവരൊക്കെ നല്ല നിലയിലാണോ ജീവിക്കുന്നത്? അതെ. ഈ കുട്ടിയെ ശ്രദ്ധിക്കാറില്ല. ഇല്ല. അവരത് കാണുമല്ലോ, അവരെന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുകയാണെങ്കിൽ സന്തോഷം. ഇത്തരത്തിലുള്ള കേസുകൾ അപൂർവമായിട്ടാണ് പ്രവാസ ലോകത്തിൽ വരുന്നത്. ദീർഘകാലത്തെ ഒരു ഇതിന് ശേഷം ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ മകളുടെ വിദ്യാഭ്യാസത്തിനും തുടർ ജീവിതത്തിനും കഷ്ടപ്പെടുന്ന ഒരു അമ്മയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. പ്രവാസലോകം ഇതിൻ്റെ എല്ലാ വിശദമായ ഇതുകളും നോക്കിയപ്പോൾ ഇവർക്ക് കമ്പനിയിൽ നിന്നൊക്കെ കിട്ടാനുള്ള സാധ്യത വിരളാണ്. ഇനി ചെയ്യാവുന്നത് പ്രവാസികളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളെ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം, ആ കുട്ടി ജർമ്മൻ ഭാഷയൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഏക മകളാണ്. അപ്പോൾ ജീവിത വൃത്തിക്ക് തന്നെ ബുദ്ധിമുട്ടുന്ന അമ്മ എങ്ങനെയാണ് പഠിപ്പിക്കുക എന്നൊരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന തരത്തിലുള്ള സഹായം പ്രവാസി സന്മനസ്സുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് പ്രവാസ ലോകം ആഗ്രഹിക്കുന്നത്. എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് അവരുടെ അക്കൗണ്ട് നമ്പർ ഞങ്ങളിതിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ടെലികാസ്റ്റ് ചെയ്യുന്ന നമ്പറിലേക്ക്, അവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പറ്റാവുന്ന സഹായം ഇതിൻ്റെ പ്രേക്ഷകർ, പ്രവാസലോകത്തിൻ്റെ പ്രവർത്തകരൊക്കെ ചേർന്ന് സംഭരിച്ചവർക്ക് കൊടുക്കണം എന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. വളരെ കാലത്തിന് ശേഷമാണ് കൈരളിയിൽ ഇത്തരത്തിലുള്ള ഒരു സഹായ അഭ്യർത്ഥന ഞങ്ങൾ വയ്ക്കുന്നത്. അത് തികച്ചും അവർക്ക് അർഹതപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ടാണ്, അത്തരത്തിലുള്ളൊരു അഭ്യർത്ഥന അവരർഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പ്രവാസലോകം അത് ചെയ്യാൻ തീരുമാനിച്ചത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ അമ്മയെ ഞങ്ങൾ മടക്കി അയക്കുകയാണ്. എന്തെങ്കിലും സഹായം കിട്ടും കേട്ടാ. അക്കൗണ്ട് ഡീറ്റെയിൽസ്: നെയിം ലിറ്റി രമേശ്, ബാങ്ക് നെയിം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബ്രാഞ്ച് മരങ്ങാട്ടുപള്ളി, അക്കൗണ്ട് നമ്പർ 6731273268, IFSC കോഡ് SBIN 0070234.